കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾക്ക് കാണിക്കയായും നവീകരണത്തിനായും വലിയ തുക സംഭാവന നൽകിയതിന് പിന്നാലെ അനന്ത് അംബാനിക്കായി പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. കഴിഞ്ഞ ദിവസമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ അനന്ത് അംബാനി വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയത്. ഇക്കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ജാംനഗർ ബൻഡാര സ്ഥാപകനുമായ അനന്ത് അംബാനി കേരളത്തിലെത്തിയത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും അടക്കമുള്ളവ അദ്ദേഹം സന്ദർശിച്ചു. ക്ഷേത്രങ്ങൾക്ക് കാണിക്കയായും നവീകരണ പ്രവർത്തികൾക്കായും വലിയൊരു തുക സംഭാവന ചെയ്തു. രാജരാജേശ്വര ക്ഷേത്രത്തിൽ 3 ലക്ഷം രൂപ കാണിക്കയിട്ടതിനു പുറമെ നവീകരണത്തിന് 12 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. അനന്ത് അംബാനിയുടെ പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. എല്ലാവിധ ആശംസകളും നേരുന്നു. സുഖ്യസ്തുതേ കുശലമുക്തു ചിരായിരത്തു ഗോഹസ്തി വാജി ധനധാന്യസമൃദ്ധിരത്തു ഐശ്വര്യമക്തു വിജയോക്തിർഭിക്ഷയോത്തു സന്താനമക്തു സതതം ശിവഭക്തിരോ. 8 മണിക്ക് ആണ് ഇവിടെ അമ്പലത്തിലെത്തിയത്. 8:30 ദിവസം 8:30 പൊന്നുംകുടം വെച്ച് തൊഴുകയുണ്ടായത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടായ അശ്വമേധ നമസ്കാരവും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ വക ഒരു മൊമെൻറ്റോ കൊടുക്കുകയുണ്ടായി. വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഷാളണിച്ച് സ്വീകരിക്കുകയുണ്ടായി. ഗുരുവായൂർ ക്ഷേത്രത്തിലും കാണിക്കയായി 3 കോടി രൂപ സമർപ്പിച്ചു. പുത്തന്നൂർ ആനക്കോട്ടയുടെ നവീകരണത്തിനുള്ള സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. മലബാറിലെ പ്രശസ്തമായ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് അനന്ത് അംബാനി 60 ലക്ഷം രൂപ നൽകിയിരുന്നു. എല്ലാം അറിയുന്ന, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഊർജദായകനായ പരമ്പൊരുൾ അങ്ങ് ഇദ്ദേഹത്തിന് ആത്മീയവും ഭൗതികവുമായ എല്ലാ അറിവുകളും നൽകി 100 ശരത്കാലങ്ങൾ ആരോഗ്യത്തോടെയും ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ അനുഗ്രഹം ചൊരിയണം. Today, April 9th, on this special occasion, we are conducting special pujas at the temple, including Niramala for Sri Ramaswamy, Niramala for Bhagavati, Ganapati Homa, Neyyamurthu and Neyvalak offerings, and special Avil Nivedyam for Anjaneya Swami, seeking divine blessings for his well-being. We pray for his long life, good health, prosperity and continued success, and for the happiness and welfare of his entire family. നടപ്പുര നിർമ്മാണത്തിന് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് 70 ലക്ഷം രൂപയും സംഭാവന നൽകിയിരുന്നു. ചരിത്രാതീത ശില്പങ്ങൾക്കും ഐതിഹ്യത്തിനും പ്രശസ്തമായ ക്ഷേത്രത്തിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. പിറന്നാൾ ദിനം പ്രത്യേക പൂജകൾ ഇവിടെയും നടന്നു. പൗരാണിക കാലം മുതൽ ചരിത്രമുള്ള തിരുനാവായ തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിന്റെ വിളക്കുമാടം പുനർനിർമ്മിക്കാനായി 1 കോടി രൂപയാണ് സംഭാവന ചെയ്തത്. വെട്ടത്ത് സ്വരൂപത്തിന്റെയും പിന്നീട് സാമൂതിരി കുടുംബത്തിന്റെയും അധീനതയിലായിരുന്ന ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദേശിക ആക്രമണങ്ങളിലാണ് വിളക്കുമാടം തകർന്നത്. അനന്തിന്റെ പിറന്നാൾ പ്രമാണിച്ച് ഇവിടെയും പ്രത്യേക പൂജകളുണ്ടായിരുന്നു. വേരിയസ് പൂജാസ് ഇൻക്ലൂഡഡ് മൃത്യുഞ്ജയ ഹോമം, ശംഖാഭിഷേകം, ധാര ആൻഡ് നവഗ്രഹ പൂജ conducted from this morning as part of Anand Ambani's, the youngest member of Ambani's family, birthday today. He dedicated 1 crore rupees to Tripangod Mahadeva temple. He has given to the construction of the Velakkumadam, which estimated cost of over 4 crores. Today we do all pujas Anand Ambani's and Radhika merchant name. As soon as possible, please visit the temple and a happy birthday to Anand. പരശുരാമൻ സ്ഥാപിച്ചതെന്ന് കരുതുന്ന തിരൂർ തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നവീകരണത്തിനായി 60 ലക്ഷം രൂപയാണ് അനന്ത് അംബാനി സംഭാവന നൽകിയത്. ഇതിന് ക്ഷേത്ര ഭരണസമിതി നന്ദി അറിയിച്ചു. The Trikandiyur Devasam is under the trusteeship of Samuran Raja of Calicut, and trustee and the ad hoc committee expressed the deep gratitude to the grant amount of 60 lakhs rupees for the renovation and the collection for this temple from Anand Ambani on this day of his happy birthday. The Devasam and committee conducting special pujas and ceremonies in this temple for
Anand Ambani of well-being. The temple authorities are offering special puja and offerings for his future endeavor and good health. I wish him a very fruitful birthday and many more birthday yet to come with full health and prosperity. ഇവ കൂടാതെ പെരുന്തച്ഛന്റെ ഓർമ്മകൾ പേറുന്ന അരിയന്നൂർ ഹരികന്യകാ ക്ഷേത്രത്തിൽ 50 ലക്ഷം രൂപയും വള്ളിക്കുന്നിലെ നിറം കൈതക്കോട്ട ക്ഷേത്രത്തിന് പാട്ടുപുര പുനർനിർമ്മിക്കാൻ 75 ലക്ഷം രൂപയും സംഭാവന നൽകി. പരപ്പനങ്ങാടി നെടുമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് നടത്തുന്ന അന്നദാന മഹോത്സവത്തിനായി 42 ലക്ഷം രൂപയും അനന്ത് അംബാനി നൽകി. ഈ ക്ഷേത്രങ്ങളിലെല്ലാം അനന്തിന്റെ പിറന്നാൾ പ്രമാണിച്ച് പ്രത്യേക പൂജകൾ നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.